ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു പ്രൊമോ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ആ ടാസ്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആദിലയുടെയും നൂറയുടെയും സ്റ്റാൻഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഈ വീടിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ ഒരു വ്യക്തി അതാരാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പം ആ വീട്ടിലുള്ള എല്ലാവരും ചർച്ച ചെയ്താൽ അതൊരു തീരുമാനത്തിലെത്തില്ല എന്ന് ആര്യനറിയാവുന്നത് കൊണ്ട് തന്നെ ആര്യൻ പറയും നമുക്ക് ഞറുക്കിട്ട് തീരുമാനിക്കാമെന്ന്. അങ്ങനെ ടിഷ്യൂ പേപ്പറിൽ ഐലൈനർ വെച്ച് പേരൊക്കെ എഴുതി അവർ ഞറുക്കിട്ടു. അപ്പം ഞറുക്കിടാൻ നേരത്ത് നമ്മുടെ അക്ബർ, അഫി, ആര്യൻ, ഷാനവാസ് ഇത്രയും പേരുടെ പേര് അവർ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവർ ഇത്രയും പേര് മാറി നിന്നു. എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ പേര് ഇട്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും അഫി, അക്ബർ, ആര്യൻ ഇവരെ മൂന്നുപേരെ പേര് എന്താ ഇട്ടിട്ടില്ല. ഷാനവാസ് പറയുന്നത് കേട്ടു ലാസ്റ്റ് എൻ്റെ പേര് ഇടണ്ടെന്ന് പറയുന്നത് കേട്ടു. അതറിയില്ല. എന്തായാലും ഇത്ര ബാക്കിയുള്ള എല്ലാവരുടെ പേരിട്ടു. അതിൽ നിന്ന് ആദില നൂറയുടെ പേരാണ് കിട്ടുന്നത്. അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇതേപോലെ ആക്ടിവിറ്റി ലെയറിലേക്ക് ചെല്ലാൻ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകുകയാണോ എന്ന് തോന്നിപ്പോയി എനിക്ക്. കാര്യം നല്ല പ്രോമോയിൽ കണ്ടപ്പോൾ കരയെന്നെല്ലാം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ അവിടെ ചെന്നപ്പം അവിടെ ഒരു 4 ഇത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ ഒന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ 750 പോയിൻ്റ് നേടാൻ നിങ്ങൾ റെഡിയാണോ എന്നായിരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് എക്സൈറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ മൂന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് 3 പേരുടെ പേര് സെലക്ട് ചെയ്യുക. അതായത് 3 പേരുടെ ഫാമിലീസ്, ഏതൊക്കെ 3 പേരുടെ ഫാമിലീസാണ് വരേണ്ടത് എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ. അപ്പം രേണു സുധി ആണെങ്കിൽ എപ്പോഴും മക്കളെ കാണുന്നവർ കരച്ചിലാണ്. അതാണ് രേണു സുധിയുടെ പേര് സെലക്ട് ചെയ്യും. അതുപോലെ രണ ഫാത്തിമയുടെ പേരും ശരത്തിൻ്റെ പേരും സെലക്ട് ചെയ്യും. രണയ്ക്ക് എപ്പോഴും ഫാമിലിയെ കാണും, പിന്നെ ലവറിനെ കാണുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരത്ത് വൈഫിനെ കാണണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കരയുകയും ചെയ്തു. അപ്പം നല്ലൊരു ചോയ്സാണ് കേട്ടോ. ഈ 3 പേരും അടിപൊളിയായിരുന്നു. നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അത് അടിപൊളിയായിരുന്നു. അതിനുശേഷം നാലാമത്തേന്ന് പറയുന്നത് 750 പോയിൻ്റ് നേടാനായി ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത 3 ഫാമിലികളെയും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരണ്ട എന്ന് വെക്കുകയാണെങ്കിൽ 750 പോയിൻ്റ് കിട്ടും. അതല്ല ഈ 3 ഫാമിലിയെയും കൊണ്ടുവരണം എന്നാണെങ്കിൽ ഈ 750 പോയിൻ്റ് കിട്ടില്ല. അങ്ങനെ അവർ ആലോചിച്ചിട്ട് അവർ പറഞ്ഞു ഫാമിലിയെ കൊണ്ടുവരണം, പോയിൻ്റ് വേണ്ട എന്നവർ പറഞ്ഞു. കാര്യം ഇവിടെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഇവരുടെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡുകളോ ഒന്നും ഒക്കെ അല്ലേ ഉള്ളൂ, അത് വേണ്ട. പിന്നെ ഇനി ഒരു ടാസ്ക് കൂടെ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 ടാസ്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അടുത്ത് വരാൻ പോകുന്ന ടാസ്ക് ടഫായിരിക്കും, നിങ്ങൾക്കിത് തീരുമാനിക്കാമെന്ന്. അപ്പം എന്തായാലും ആദില നൂറ പറഞ്ഞു നമുക്ക് പോയിൻ്റ് വേണ്ട, ഫാമിലി വന്നാൽ മതിയെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി എല്ലാവരുമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരോട്ടും വീണ്ടും ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഫാമിലി മതി എന്ന്. പക്ഷേ ഇതെനിക്ക് ഈ ടാസ്ക് എനിക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ടാണോ അതോ ബിഗ് ബോസ് ഇതെന്താ ഇങ്ങനത്തെ ടാസ്ക് വെച്ചെന്ന് എനിക്കൊരു ഒട്ടും പിടിയും കിട്ടുന്നില്ല. ഇനി നാലാമത്തെ വരാൻ പോകുന്ന ടാസ്ക് ചിലപ്പോൾ നമുക്ക് അത് വെച്ചിട്ടായിരിക്കും ഈ ടാസ്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ടാസ്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആര് പോയാലും എന്തായാലും ഫാമിലി വരണമെന്നേ പറയൂ. പിന്നെ ഇവർ ചൂസ് ചെയ്ത ഈ ഫാമിലി അത് ചിലപ്പോൾ വരുന്ന ആളുകളുടെ മാനദണ്ഡമനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവും എന്നുള്ളതല്ലാതെ എനിക്കറിയത്തില്ല. എല്ലാവരും ഫാമിലി വരണോ തന്നെ ആയിരിക്കാം ചിന്തിക്കുന്നത്. 1-2 പേർ ഒഴിച്ചാൽ ചിലപ്പോൾ ചിലവർ ഗെയിമിൻ്റെ ഇതിലെടുത്തിട്ട് ഫാമിലി വന്നാൽ മതി, അല്ലെങ്കിൽ പോയിൻ്റ് വേണ്ട, അല്ലെങ്കിൽ പോയിൻ്റ് മതി ഫാമിലി വേണ്ട എന്നൊക്കെ പറയുമായിരിക്കും. അത് ഓരോരുത്തർ ഇതനുസരിച്ച്. എന്നാലും ബഹുഭൂരിഭാഗം ആളുകളും ഫാമിലി വന്നാൽ മതിയെന്നേ ചിന്തിക്കൂ. അത് തന്നെയാണ് ഇവിടെ ആദില നൂറയും ചെയ്തത്. ഇതിനകത്ത് വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല. പിന്നെ എല്ലാവരും കരഞ്ഞതായിട്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആ വിഷമവും ആ ഒരു ഇതിൻ്റെ കരഞ്ഞതാണ്. അതല്ലാതെ വേറൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്താം.